സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയത്. ചാല മാർക്കറ്റിന്റെ രണ്ട് വശങ്ങളിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർമാരായ AK സ്റ്റെഫിനും ഗോകുൽനാഥും തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ ഇപ്പോൾ കാൽനടയായോ അല്ലെങ്കിൽ വാഹനത്തിലോ വരുന്നതിലും നല്ലത് ബോട്ടിലോ വള്ളത്തിലോ ഒക്കെ വരുന്നതാണ്. അതാണ് ഇപ്പോൾ നിലവിൽ ചാല മാർക്കറ്റിലെ അവസ്ഥ. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കടകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. സമീപത്തുള്ള ശ്രീ മുത്താരമ്മൻ ക്ഷേത്രമുണ്ട് ചാലയിലെ, അതിൻ്റെ മണ്ഡപത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറിയ ഒരു അവസ്ഥയിലാണ്. ഈ അമ്മയുടെ കടയൊക്കെ ഏകദേശം വെള്ളക്കെട്ടിൽ പെട്ട് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അല്പം കൂടി മഴ ഒന്ന് ഉറച്ചു പെയ്തു കഴിഞ്ഞാൽ ഈ കടയ്ക്കുള്ളിലേക്കൊക്കെ വെള്ളം കയറും. ഈ സമീപത്തുള്ള പലചരക്കടയിലേക്കൊക്കെ വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചേട്ടാ, ഇപ്പൊ എവിടുന്നാണ് സാധനം എടുത്ത് വരികയാണോ? നമ്മളിവിടുത്തെ കച്ചവടക്കാരനാണ്. ആ വണ്ടി അകത്ത് കയറാൻ വഴിയില്ല, അതുകൊണ്ട് കൊടുക്കണവർക്ക് സമയത്തിന് സാധനം എത്തിച്ചേ പറ്റൂ. ഇപ്പോൾ ചെമന്ന് കയറ്റയാണ്, ആട്ടോക്കാരനെ വിളിച്ചിട്ട് വരൂല, അവൻ്റെ വണ്ടി വെള്ളം കയറും. ആ വെള്ളം കയറി 5000, 6000, 10 രൂപ അതിന് ചിലവാകും. അതുകൊണ്ട് അവൻ വരൂല. നമ്മൾ ചെമന്ന് കയറ്റയാണ്, ഒരു സംവിധാനം ഇല്ല. തീർച്ചയായിട്ടും ഈ സമീപത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും ഓടയുടെയൊക്കെ അല്ലാതെ എല്ലാ കുഴിയും വാരിയിട്ട് ഇപ്പം എല്ലാം മനുഷ്യനെ കൊല്ലിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇപ്പോൾ കച്ചവടം നടക്കുന്ന മാർക്കറ്റാണ്. ഇപ്പോൾ മാർക്കറ്റ് ഇത് ഏതെന്ന് അറിയാത്ത രീതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഭയങ്കര കഷ്ടങ്ങൾ. എല്ലാവരും ഇപ്പോൾ കടകളിലും വെള്ളം കയറി എല്ലാ ഇതും നഷ്ടമായിട്ട് ഇരിക്കുകയാണ്. മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞതുപോലെ നെതർലൻഡ്സിൽ നിന്ന് പഠിച്ചുകൊണ്ടുവന്ന റൂം ഫോർ റിവർ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ആണ് ഇവിടുത്തെ കാഴ്ച. കാരണം എല്ലാ കടകളിലും റിവർ എത്തിയ ഒരു സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ആളുകൾക്ക് സുരക്ഷിതമായി നടക്കുന്നതിന് വേണ്ടി കഴിയുന്നുണ്ട്. കാരണം ഇവിടെ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോൺക്രീറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങാതെ ഇങ്ങനെ നടക്കാം. പക്ഷേ അവിടെ നടക്കുമ്പോഴും സൂക്ഷിക്കണം. വലിയ കമ്പിയുണ്ട്, വലിയ കുഴിയൊക്കെ ഉണ്ട്. അത് സൂക്ഷിച്ച് നടന്നു കഴിഞ്ഞാൽ സുരക്ഷിതമായി പോകാം. പക്ഷെ ആരും ഇങ്ങോട്ടേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇവരുടെ കച്ചവടമൊക്കെ തന്നെ പൂർണ്ണമായും ഒരു സ്തംഭിച്ച അവസ്ഥയിലാണ് ഈ കഴിഞ്ഞ 2 ദിവസമായുള്ളത്. കാരണം കടകൾക്കുള്ളിലേക്കൊക്കെ വെള്ളം കയറിയ ഒരു അവസ്ഥയാണ്. ഇത് കണ്ടില്ലേ ചേട്ടാ? ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നണം? ഇവിടുത്തെ അവസ്ഥ ഇത് തന്നെ. മഴവെള്ളം വന്നതാ കച്ചവടക്കാരിരിക്കണല്ലേ ഇതേ കണക്ക് എല്ലാവരുടെയും നോക്കും. ഇവിടെ ഒരു 5-6 കടകൾ പൂട്ടിയതോ, അതൊക്കെ തുറന്ന് ഇരിക്കുന്ന കടകളാണ്, എല്ലാം അടച്ചു പൂട്ടിയിട്ടുണ്ട്. കച്ചവടം ഒന്നും ഒട്ടുമില്ല. മഴ 2 ദിവസം കൊണ്ട് വെള്ളപ്പൊക്കം. ഇവിടെ പുതിയ സ്മാർട്ട് സിറ്റിയുടെ കണക്കാക്കി വെച്ചിരുന്ന റോഡ് ഫ്രണ്ടിൽ അടച്ചിട്ടേക്കുന്നുണ്ട്, വെള്ളം പോകുന്നില്ല. ആ റോഡ് ഓടാണ് തോണ്ടി മാറ്റി കൊടുത്താൽ കുറച്ച് വെള്ളം പോയായിരുന്നു. ബുദ്ധിമുട്ടാണ്. കടുത്ത പ്രതിസന്ധിയിൽ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ചാല കമ്പോളമുള്ളത്. ഈ കൃത്യമായി സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണം നടത്തിയിരുന്നുവെങ്കിൽ, വെള്ളം ഒഴുകി പോകുന്നതിന് വേണ്ടി ഒരു സംവിധാനം ഒരുക്കിയിരുന്നുവെങ്കിൽ ഈ പ്രതിസന്ധി ഒന്നും തന്നെ ഈ സാധാരണക്കാരായ കച്ചവടക്കാർക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അങ്ങനെ തീരാ ദുരിതത്തിലാണ് തിരുവനന്തപുരത്തെ നഗരത്തിലെ ഒട്ടുമിക്ക മനുഷ്യർ. തിരുവനന്തപുരം നഗരത്തെ ഊട്ടുന്ന ചാല മാർക്കറ്റിൻ്റെ അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ 2-3 ദിവസമായി പെയ്ത മഴയിൽ വലിയ കുളമായി തന്നെ മാറിയിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ ഓട നവീകരണം അടക്കം നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനോട് ചേർന്നുള്ള ഓടകളിൽ നിന്നുള്ള വേസ്റ്റ് അടക്കമുള്ളവ മാറ്റാൻ നിലവിൽ നഗരാധികാരികൾ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ വലിയ കുഴിയിലാണ് നമ്മൾ ഈ കാണുന്ന കടകളൊക്കെ തന്നെ അരിക്കച്ചവടം അടക്കം നടത്തുന്ന, അല്ലെ അരിക്കച്ചവടം അടക്കമുള്ള കടകളൊക്കെ തന്നെയാണ്. നമ്മളെ ബുദ്ധിമുട്ട് ഇപ്പോൾ ചാക്കെടുത്തോണ്ട് ഈ വെള്ളത്തിൽ കൂടെ നമ്മൾ കൊണ്ടുവരും. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇവിടെ ഈ ഒരു 6 മാസത്തിൽ കൂടുതലായി ഈ റോഡ് പണി തുടങ്ങി. ഇവന്മാർ പണിയൊന്നും ചെയ്യുന്നു. ഇതുപോലെ വെട്ടി കുടിച്ചിട്ടിട്ട് പോകുന്ന ജോലി മാത്രമേ ഉള്ളൂ. 5-6 കമ്പിയും കെട്ടിയിട്ട് 3 സ്ലാബ് ഓടി. ഇന്നലെ വെള്ളം കയറിയാണ്, വളരെ കംപ്ലീറ്റ് മുഴുവൻ സാധനം ഡാമേജ്. പിന്നെ ഇന്നലെ കംപ്ലീറ്റ് ഞായറാഴ്ചയും തൊഴിലാളി വിളിച്ച് കംപ്ലീറ്റ് മാറ്റി. ഒരുപാട് 14 കണക്കിന് പൈസ നഷ്ടം വന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ മാത്രമാണ് ഇത്തരത്തിൽ വീണ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അടക്കമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വർക്ക് നടക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഈ ബോർഡുകളെങ്കിലും പഠിച്ചത്. അതുപോലെ തന്നെ വലിയ ബുദ്ധിമുട്ടിലാണ്. ഒപ്പം ഈ വെള്ളം മുഖം തന്നെ മാർക്കറ്റിൽ നിന്ന് അടക്കമുള്ളവ ഒഴുകിയെത്തുന്ന വലിയ രീതിയിൽ പല ഓടകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അടക്കമുള്ളവയ്ക്കുള്ള സാധ്യതകളുണ്ട്. ക്യാമറാമാൻ അനൂപിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.